മുഹമ്മദ് പ്രവാചകൻ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ UN-ൽ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നതിന്റെ 14 നൂറ്റാണ്ട് മുമ്പാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ UN പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം? ജീവിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, സ്ത്രീകളുടെ അവകാശം, ഇതൊക്കെ അവകാശങ്ങളായി ആധുനിക ലോകത്തെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചതാണ്. എന്നാ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ രക്തം, ഇന്ന ദിമാഅക്കും വഅംവാലക്കും, നിങ്ങളുടെ സ്വത്തുക്കൾ, വഅറാളക്കും, നിങ്ങളുടെ അഭിമാനം എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് ഹറാമുൻ അലൈക്കും, അത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്, ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അൻ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ മരണം വരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത്? ഒരാളുടെ രക്തം ചിന്തരുത്, ഒരാളുടെ സ്വത്ത് അപഹരിക്കരുത്, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. ഏതുപോലെ കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പരിശുദ്ധി പോലെ, അറഫയുടെ പരിശുദ്ധി പോലെ, അറഫാ ദിനത്തിന്റെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ, ദുൽഹജ്ജ് മാസത്തിന്റെ, അതുപോലെ ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പരിശുദ്ധി പോലെ, അറഫാ ഭൂമിയുടെ. എന്ത്? മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ അഭിമാനം, മനുഷ്യന്റെ സ്വത്തുക്കൾ പരിശുദ്ധമായി കരുതണം. അങ്ങനെ ഒരു UN-ഉം പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും പറഞ്ഞിട്ടില്ല. മനുഷ്യരെ നിങ്ങൾ കരുതണം, അന്യന്റെ സ്വത്ത് അപഹരിക്കരുത്, അന്യന്റെ രക്തം ചിന്തരുത്, അന്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. അതൊക്കെ പുണ്യമാക്കപ്പെട്ട നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അറഫാ ദിനം പോലെ, അറഫാ പ്രദേശം പോലെ, ദുൽഹിജ്ജ 9 അറഫാ ദിനം പോലെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട ഒരാശയം അവകാശം, ആ അവകാശങ്ങളിൽ ചൂഷണത്തിനെതിരെ പറഞ്ഞു. ഇന്നിപ്പോൾ ആളുകൾ കുടുങ്ങുന്നതൊക്കെ ചൂഷണമാണ്. സാമ്പത്തിക ചൂഷണം, ലൈംഗിക ചൂഷണം, ഒരുപാട് ചൂഷണങ്ങൾ നടക്കുകയാണ്. അത് പുതിയ പുതിയ രൂപത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ഥലത്തുനിന്ന് ഫോണ് വന്നു, ഇയാൾക്കൊരു OTP വരുമെന്ന് പറഞ്ഞു, അതനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അവസാനം ഇയാളെ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും പോയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ 1 രൂപ തന്നാൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ കാറ് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യും. ഈ പാവം മനുഷ്യന് മാസം മാസം പൈസ അടയ്ക്കാനില്ലാതെ ഒരു കാർ ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ അവൻ വാങ്ങാണ്. ഇതിന്റെയൊക്കെ പുറകെ പലിശ. എത്രയാ പലിശ എന്നറിയോ? 1000 രൂപ രാവിലെ കടം മേടിച്ചാൽ വൈകുന്നേരം 1100 രൂപ കൊടുക്കുന്ന ആളുടെ എത്ര പെർസെന്റേജായി? ഒരു മാസത്തിനോ പലിശയോ കൂട്ടൽ വർഷത്തിലല്ലേ? നോക്കൂ നിങ്ങൾ. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിബൽ ജാഹിലിയ്യത്തി മൗളൂഉൻ, ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന റിബ എന്ന സമ്പ്രദായം, കടം കൊടുത്തതിന് അതിനേക്കാൾ അധികം വാങ്ങുന്നത്, അതാണ് റിബ. അത് മൗളൂഉൻ, അത് വിലക്കപ്പെട്ടിരിക്കുന്നു. അത് കൊടുക്കൽ മാത്രമല്ല വാങ്ങാനും പാടില്ല. എന്നിട്ട് അന്ന് നിരോധിച്ച എന്താണെന്നറിയോ? ആ വാങ്ങുന്നത് നിർത്തി. ആർക്കുള്ള വഅവ്വലു റിബ അള്ളാഹു റിബ, ആരുടെ റിബയാണ് അന്ന് വേണ്ടെന്ന് പറഞ്ഞതെന്നറിയോ? ഞാനിതാ നിരോധിച്ചിരിക്കുന്നു. റിബാന, റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശ. ആരെങ്കിലും മൂത്താപ്പക്ക് പലിശ ഇടപാടിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇനി അത് കൊടുക്കേണ്ടതില്ല. സ്വന്തത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, കുടുംബത്തിൽ നിന്ന്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, പല ഓർഡറുകളും വരുമ്പോഴേ ചില എക്സംഷൻ പറയും. ഇത്ര കൊല്ലത്തിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് അവർക്ക് ഈ ക്വാളിഫിക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ ഇത്ര കാലം സർവീസുള്ളവർക്ക് ഇതിനെ ഒഴിവാക്കി. എന്താ നോക്കിയാൽ കാണാം, അത് ഓർഡർ ഇടുന്ന ആളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ ആ കൊല്ലത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അതിനു മുമ്പ് ജോലി ചേർന്നിട്ടുണ്ടാവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളാരും ഇനി പലിശ വാങ്ങണ്ട, നിങ്ങളാരും പലിശ കൊടുക്കണ്ട എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എന്റെ മൂത്താപ്പാക്ക്, അദ്ദേഹം പലിശ കച്ചവടക്കാരനായിരുന്നു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പലിശ ഇനി ആരും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് ഒരു മാതൃകാ പ്രഖ്യാപനം. അതുപോലെ തന്നെ ഇന്ന ദിമാ അൽ ജാഹിലിയ്യത്തി മൗദൂഅ, ഈ ജാഹിലിയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാളെ കൊന്നാൽ അതിന് പകരം കൊല്ല. ആ തലമുറയും അടുത്ത തലമുറ ഒക്കെ കഴിഞ്ഞാലും എന്റെ വല്യാപ്പാന്റെ വാപ്പാന്റെ ഇന്ന ആളെ കൊന്ന ആളാന്ന് പറഞ്ഞിട്ട് ഈ കൗം ഒന്നിച്ചു നിൽക്കുക, മറ്റേ കൗം ഒന്നിച്ചു നിൽക്കുക, നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുക, രക്തപ്പക, കുടിപ്പക. ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ അതിനെന്ത് തെറ്റ് ചെയ്തു? ഒന്നുമില്ലല്ലോ. അങ്ങനെ ചിലർ പറയും, ആ സമുദായത്തിൽപ്പെട്ട ഈ 500 കൊല്ലം മുമ്പ് ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്തു. അതിന് ഈ കാലത്ത് ജീവിക്കുന്ന പാവം മനുഷ്യർ എന്ത് തെറ്റാ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആ രക്തപ്പകയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് നിരോധിക്കപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മളിതാ നിരോധിക്കാൻ പോകുന്നത് ഇൻ അവ്വല ദമിൻ നബ്ദഉ ബിഹി ദമ ആമിർ ഇബ്നു റബിയ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നമ്മൾ നിരോധിക്കാൻ പോകുന്നത് കുടുംബങ്ങൾ കാര്യങ്ങൾ കൊന്നതിന് പകരം കൊല്ലല്, രക്തത്തിന് പകരം ചോദിക്കല്, അത് ആമിർ ഇബ്നു റബിയ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ഹാരിസിന്റെ മകൻ, റബിയയുടെ മകൻ ആമിറിന്റെ ആ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ആ രക്തത്തിന് പകരം ചോദിക്കൽ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മളെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെ കൊന്നല്ലോ എന്നും ചോദിച്ച് നമ്മൾ വരുന്നതല്ല. എത്ര മാതൃകാപരമായ പ്രഖ്യാപനങ്ങളായിരുന്നു എന്ന് നോക്കൂ. അതുപോലെ ജാഹിലിയ കാലത്തുള്ള ചില സമ്പ്രദായങ്ങൾ, ഞങ്ങളാണ് വലിയവന്മാർ, ഞങ്ങളാണ് തറവാട്ടുകാർ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ. ഹജ്ജിൽ പോലും അത്തരം ഉന്നതന്മാർ ചില സ്ഥലത്ത് നിൽക്കുമായിരുന്നു, അറഫയിലും മിനയിലും ഒക്കെ. സാധാരണക്കാരുടെ കൂട്ടത്തിലേക്ക് പോയില്ല, കാരണം കാര്യപ്പെട്ടവന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന മആസിറൽ ജാഹിലിയ്യത്തി മൗദൂഅ, ജാഹിലിയ കാലത്തെ പെരുമ നടിച്ച് നിൽക്കുന്ന കാര്യമുണ്ടല്ലോ, അതും നിരോധിച്ചിരിക്കുന്നു. അങ്ങനൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്, എല്ലാവരും മുഅ്മിനീങ്ങളാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ്. നമ്മൾ പള്ളിയിലും ഈദ്ഗാഹിലും ഒക്കെ ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലല്ലോ. ഗൈറ സദാനത്തി വസ്ഖായ, എന്നാൽ പണ്ടു മുതലേ കഅബാലയത്തിന്റെ സൂക്ഷിപ്പും ഹാജിമാർക്ക് വെള്ളം നൽകലും അത് നൽകിയിരുന്ന കുടുംബങ്ങളിൽ തന്നെ നിലനിർത്തുകയും ചെയ്യും എന്ന്. ഇന്നും ആ കുടുംബമാണ് കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിച്ചു പോരുന്നത്. സർക്കാരുകൾ മാറിയാലും അത് തുറക്കാൻ ആ കുടുംബത്തിന്റെ പ്രതിനിധി വന്ന് തുറന്ന് ആ താക്കോൽ കയ്യിൽ വെക്കും. അതങ്ങനെ നിലനിൽക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. മറ്റൊന്ന്, നമ്മൾ ഇപ്പൊ ശൈത്താനാണല്ലോ എല്ലാ തിന്മകളുടെയും ഒരു പ്രചോദനം. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ശൈത്താനക ഖദ് യൈസ അൻ യുഅബദ ഫി അർളികും ഹാദിഹി, ഈ ഭൂമിയിൽ മക്കയിൽ ഇനി ശൈത്താനെ ആരാധിക്കും എന്ന കാര്യത്തിൽ ശൈത്താൻ നിരാശനാണ്. ഇവിടെ ഇനി ആരും ശൈത്താന് ഇബാദത്തെടുക്കൂല. അങ്ങനെ ഉണ്ടായിരുന്നു, ശൈത്താൻ ആരാധിക്കുക. ഇപ്പോഴുമുണ്ടല്ലോ പിശാചിനെ ആരാധിക്കുന്ന ചില ആളുകൾ. അത് ഇനി ഇവിടെ ഉണ്ടാവില്ല. മക്കയിൽ, അറഫയിൽ, മിനയിൽ ഇനി ആരും ശൈത്താൻ ഇബാദത്തെടുക്കൂല. വലകിന്നഹു ഖദ് റളിയ അൻ യുതാ ഫീമാ സിവാ ദാലിക മിമ്മാ തഹ്ഖറൂന മിൻ അമാലിക്കും. എന്നാൽ ശൈത്താൻ വളരെ സംതൃപ്തനാണ്. എന്താ അറിയോ, ആ ഇബാദത്തിന് താഴെ പല കാര്യങ്ങളും, നിങ്ങൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശൈത്താൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും. എന്ന് പറഞ്ഞാൽ ശൈത്താന് ഇബാദത്തുണ്ടാവില്ലെങ്കിലും ശൈത്താന് ഇതാഅത്തുണ്ടാകും. എന്ന് പറഞ്ഞാൽ അനുസരണം കാണിക്കും നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ തെറ്റുകൾ ചെയ്യും. അത് ശൈത്താൻ അത് മതി എന്ന് വെക്കും. ഇവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, അറഫയെ സംബന്ധിച്ചിടത്തോളം, മക്കയെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ലോകത്ത് അർദ്ധഭാഗം സ്ത്രീകളാണല്ലോ മനുഷ്യർ. അവരെ ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, അവകാശ നിഷേധം നടത്തുന്നു. അതൊക്കെ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വന്ന ശേഷം ലോകത്ത് അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ? വനിതകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ഒരു മന്ത്രാലയം, ഫാമിലി കോടതികൾ, ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസിനെതിരിലുള്ള അതിവേഗ കോടതികൾ, എന്തെല്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ലിനിസാഇക്കും അലൈക്കും ഹഖ്ഖാ,
നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾക്ക് ചില ഹക്കുകളുണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട. വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ, അതുപോലെ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ചില ഹക്കുകളുണ്ട്. അത് സൂക്ഷിച്ചു പോരണം. അപ്പൊ നമ്മളെപ്പോഴും എന്താണെന്നറിയാം, അവകാശങ്ങളെക്കുറിച്ചാണ് പറയാം അല്ലേ. എനിക്ക് ഇന്ന അവകാശങ്ങൾ കിട്ടാനുണ്ട്. തൊഴിലാളികളുടെ അവകാശം, വ്യവസായികളുടെ അവകാശം, അധ്യാപകരുടെ അവകാശം, വിദ്യാർത്ഥികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ, എല്ലാവരും എല്ലാവരുടെയും അവകാശം കാത്തു സൂക്ഷിക്കണം എന്നാണ്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ നൽകേണ്ട അവകാശങ്ങൾ നൽകണം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നൽകേണ്ട അവകാശങ്ങളും നൽകണം. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അഖത്തുമൂഹുന്ന ബിഅമാനില്ലാ, സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ച് ഏറ്റെടുക്കുന്നത് അള്ളാഹുവിന്റെ ഒരു കരാറിലാണ്, ഉത്തരവാദിത്തത്തിലാണ്. അതുപോലെ തന്നെ വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. അങ്ങനെ ഹലാലായ നിലക്കാണ്, ഹറാമായ നിലക്കല്ല. പടച്ചവന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കുടുംബ ബന്ധത്തിൽ പുരുഷന്മാർ സ്ത്രീകളെ പീഡിപ്പിക്കരുത് എന്നാണ്. ഇനിയിപ്പം പുരുഷന്മാർ എന്ന് പോയിട്ട് പല കേസും കണ്ടില്ലേ. അത് ഭർത്താവിന്റെ കുടുംബം, ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ പെങ്ങള്, ഭർത്താവിന്റെ ഭർത്താവിന്റെ ബന്ധപ്പെട്ട ആളുകൾ, സഹോദരന്മാരൊക്കെ കൂടിയിട്ട് പെണ്ണിനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു. കുറച്ചൊക്കെ തിരിച്ചുകൊണ്ട് ഏതായാലും അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് ലോക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുകയുണ്ടായി. ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസ്തൗസൂ ബിഹിന്ന ഖൈറാ, അവരുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഈ ഉപദേശം, ഖൈറായ ഈ ഉപദേശം നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ലോകമൊന്നാണ് എന്നൊരു പ്രഖ്യാപനമുണ്ട്. ലോക ജനത, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലിആദം വ ആദം മിൻ തുറാബ്. നിങ്ങളുടെ റബ്ബ് ഒരാളാണ്. ലോകത്ത് ഒരു റബ്ബേ ഉള്ളൂ, ഒരു ഖാലിഖ്, ഒരു പടച്ചവൻ. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്, ആദ്യത്തെ മനുഷ്യൻ. അപ്പോൾ ഒരേ ഒരു പിതാവിന്റെ, ഒരേ ഒരു മാതാവിന്റെ, ഒരേ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളായി, മക്കളായി ഇവിടെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക്, ഒരു മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലക്ക് നിങ്ങൾ ജീവിക്കണം. കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നുണ്ടായവരാ. ആദമോ വ ആദം മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ അടുത്ത് ഏറ്റവും പരിഗണിക്കപ്പെടുന്നവൻ, ആദരിക്കപ്പെടുന്നവൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ള ആളുകളാകുന്നു. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയെക്കാളോ വലാ ലി അബിയദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ എന്ന്. അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, നിങ്ങൾ ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ, ഒരേ പിതാവിന്റെ മക്കൾ, ഇവിടെ ഒരേ ദീനിന്റെ ഉടമകൾ, അവകാശികൾ, നിങ്ങളിനി മതനിഷേധികളായി ഇവിടുന്ന് തിരിച്ചു പോവരുത്. പരസ്പരം കഴുത്തറുക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തരുത്. എല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആരും ആരെയും ആക്രമിക്കാതെയും ജീവിക്കണമെന്ന്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇയ്യാക്കും വ മുഹഖറാത്തിദ് ദുനൂബ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പോലും സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ തുഹ്ലികഹു, ഒരാള് ചെറിയ 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 കുറ്റം ചെയ്ത് അത് കുറേ ആയാൽ അവസാനം അത് അവനെ നശിപ്പിക്കും. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അവസാനം ചോദിച്ചു, പറഞ്ഞു, അല്ലാഹു അലാഹൽ ബല്ലഗ്തു, അല്ല ഞാൻ എനിക്ക് അള്ളാഹു നൽകിയ നിയമങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, ഇസ്ലാമിനെ തബ്ലീഗ് ചെയ്തില്ലയോ? അവർ പറഞ്ഞു, ബല ഖദ് ബല്ലഗ്ത, റസൂലേ താങ്കൾ എത്തിച്ചു തന്നിരിക്കുന്നു, താങ്കളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്
പടച്ചവനെ നീയാണ് സാക്ഷി. ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നിലേക്ക് എത്തിച്ചു തന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് അവരും സമ്മതിച്ചു. അല്ലാഹുമ്മ അശ്ഹദ്. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു ബാധ്യത. അല ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ. ഇവിടെ കൂടിയ ആളുകൾ, അഷാഹിദ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ നിയമങ്ങൾ കിട്ടിയ നിങ്ങൾ അത് കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഏകമാനവതയ്ക്ക് വേണ്ടിയുള്ള ഈ വിളംബരം, ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ ആശയം. ഇതാണ് ഇസ്ലാം ലോകത്തിന് നൽകുന്ന സന്ദേശം. എന്നിട്ട് എവിടെ എത്തി? ഈ ഇസ്ലാമിന്, ആ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ, ആ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ ഭീകരന്മാരും തീവ്രവാദികളും ഒക്കെയാണെന്ന് അങ്ങനെ ചാപ്പയടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.